ശ്യാംരാജ്, പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സഭയിൽ വരാത്തതിനെയും പ്രതിപക്ഷം ചോദ്യം ചെയ്യുകയാണ്. ചോദ്യങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുകയാണോ എന്നതാണ് ആരോപണം. അത് നോക്കുമ്പോൾ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സഭയിൽ വന്നാൽ ഇവർ മറ്റെന്തെങ്കിലും ഒരു ന്യായം ഉണ്ടാക്കുന്നു. ഇവരെ സംബന്ധിച്ചിട്ട് ഈ വിഷയം ഇങ്ങനെ നിർത്തുക എന്നതിനപ്പുറത്തേക്ക് ഇവർക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ട്, ഇതിനൊരു പരിഹാരം കാണാൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ മാത്രമല്ല, ഇപ്പോൾ യഥാർത്ഥ പ്രശ്നം എന്താണ്? യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് നിലവിൽ ഇത്തരത്തിലുള്ള ഒരു പേപ്പർ ലീക്കേജ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാകാം. ഇന്ന് കേന്ദ്ര സർക്കാർ തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുള്ള എന്താണ്? അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെ പറയുകയും അതിനകത്ത് എന്താണ് കാര്യങ്ങളെന്നുള്ള പബ്ലിക് അറിയട്ടെ എന്ന് പറയുകയും ചെയ്യുമ്പോൾ മറുവശത്ത് എന്തിനാണ് കിടന്ന് ഇത്തരത്തിലുള്ള ബഹളം ഉണ്ടാക്കുന്നത്? ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണുവാൻ വേണ്ടിയിട്ടോ ഇവിടെ ഒരു നിയമം ഉണ്ടാകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പരീക്ഷാ ചോർച്ച നടത്തുന്ന കള്ളന്മാർക്കെതിരെ നടപടി ഉണ്ടാക്കണമെന്നോ കോൺഗ്രസ് പാർട്ടി ആഗ്രഹിക്കുന്നില്ല എന്ന്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിലപാടുകളോട് ഒരു മുന്നോട്ട് പോകുന്നത്. ഞാനിപ്പോൾ 2010 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2010 UPA സർക്കാർ തന്നെ ഒരു ബില്ല് കൊണ്ടിരുന്നു. ഈ കോപ്പിയടിക്കെതിരെ 2010 UPA സർക്കാർ തന്നെ ഒരു ബില്ല് കൊണ്ടിരുന്നു. പക്ഷെ അവരത് പാസ്സാക്കിയിട്ടില്ല അവർ. എന്ന് പറഞ്ഞാൽ അന്ന് തൊട്ടേ അവർക്ക് ഇതിനകത്തൊരു ആഗ്രഹമില്ല. ഇനി ഈ രാജ്യത്ത് ചോർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ചോദ്യപേപ്പറിന്റെ ലിസ്റ്റൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കലാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഇവിടെ കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത് കൃത്യമായിട്ടുള്ള ഈ ചർച്ചകളിൽ പങ്കെടുക്കുകയും ഈ ബില്ല് പാസ്സാകാൻ അവർക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അതല്ല അവർക്ക് ഈ വിഷയം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനാണെങ്കിൽ അവർ നടത്തിക്കൊള്ളട്ടെ. അതല്ല, പ്രതിപക്ഷ സഹകരണത്തോടെ തന്നെ പാസ്സാക്കുവാൻ തന്നെയാണ്, പ്രതിപക്ഷ സഹകരണത്തോടെ ആയിരിക്കും പാസ്സാക്കുക. അവരെ സമ്മതിച്ചിട്ടുമുണ്ട്. പക്ഷെ അവർ ഡൽഹിയിലെ പോലീസ് അതിക്രമത്തെ കുറിച്ചുള്ള അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. പ്രിയങ്കയും ഇത് തന്നെയായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. പ്രതിപക്ഷ അംഗങ്ങൾ സംസാരിച്ചപ്പോൾ എല്ലാവരും ഇക്കാര്യമാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തെ ആരാണ് തടഞ്ഞിട്ടുള്ളത്? അന്വേഷണം വേണമെന്നാരും പറഞ്ഞു. അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയല്ലേ പറഞ്ഞുള്ളൂ. സുപ്രീം കോടതി എന്താ പറയുക? സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം നടത്താമെന്ന് പറഞ്ഞു. ഞങ്ങളെന്താ അതിനെ സ്വാഗതം ചെയ്തു. ഇതിനകത്ത് പ്രശ്നം തരുമോ? രണ്ട് വശത്തു നിന്നുമുള്ള പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട്. രണ്ട് വശത്തുള്ള പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട്. യാഥാർത്ഥ്യമാണ്. ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 30-ാം തീയതി പരിക്കേറ്റിട്ടുള്ള പോലീസുകാർക്ക് നീതി ലഭിക്കണമെന്ന് പറഞ്ഞിട്ട് പഴയ റിട്ടയർഡ് പോലീസുകാർ ജന്തർ സമരം നടത്താൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂടി നമ്മൾ ചർച്ച ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു വിഷയം ശാശ്വതമായിട്ട് രമ്യമായിട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഓപ്പോസിഷൻ വന്ന് ചെയ്യേണ്ടത്. പക്ഷെ അവരതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിൽ അവരെരുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നയം എന്തായിരുന്നു? ചരിത്രത്തിൽ ആദ്യമായിട്ട് എത്രയോ പേപ്പർ ലീക്കേജ് ഉണ്ടായപ്പോൾ മുതൽ ഇന്ന് വരെ ഉള്ള കാര്യങ്ങൾ എത്രയോ കാര്യങ്ങൾ സർക്കാർ നേരിട്ട് ഇടപെട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. അത്തരത്തിൽ ചരിത്രത്തിൽ ഏതെങ്കിലും കോൺഗ്രസിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും? എത്ര ചോദ്യപേപ്പറുകളാണ് ചോർന്നിട്ടുള്ളത്? എന്ത് നടപടി എടുത്തിട്ടുള്ള? ഒന്നും എടുത്തിട്ടില്ല. ഒറ്റയ്ക്കൊരു ചോദ്യം കൂടി ഞാൻ ചോദിക്കാം. ഇവിടെ ഇവർ പോലീസ് കേസുകളെ കുറിച്ചിട്ടും പോലീസ് അക്രമത്തെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്, കേരളത്തിൽ CJPക്ക് അനുകൂലമായിട്ട് സമരം ചെയ്ത വേടനെതിരെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി എന്തിനാണ് കേസെടുത്തത്? ഇവരുടെ ആത്മാർത്ഥത പറയട്ടെ. ഇവർ വെറുതെ കിടന്നിട്ട് ഒച്ചയും ബഹളം ഉണ്ടാക്കി ഒരു വലിയൊരു അസ്വസ്ഥ സമൂഹം സൃഷ്ടിക്കുന്നതിനപ്പുറത്തേക്ക് ഇവരുടെ ആത്മാർത്ഥത പറയട്ടെ. എന്താണ് വേടനെതിരെ സമരം, എന്തിനാണ് കേസെടുത്തിട്ടുള്ളത്? ഇന്നിപ്പോൾ വന്നിട്ടുള്ള റിപ്പോർട്ടുകളനുസരിച്ചിട്ട് എത്ര 100 കണക്കിന് ആൾക്കാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ CJP പ്രൊട്ടസ്റ്റുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് കേരളത്തിൽ അനുകൂലമായിട്ടുള്ള പ്രകടനങ്ങൾ എടുത്ത ആൾക്കാർക്കെതിരെ. അപ്പോൾ ഇവിടെ അവർക്ക് ഒരു നിലപാടാണ്. ഇവിടെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നിലപാടും വേടന് അടക്കമുള്ള ആളുകൾക്കെതിരെ പരാതി എടുക്കുകയും മറുവശത്ത് ഈ പറയുന്ന ഈ മാസം ജൂലൈ 20-ാം തീയതി വരെ അവിടെ സമരം എങ്ങനെയായിരുന്നു മഞ്ജുഷേ? 20-ാം തീയതി വരെ വിത്തൗട്ട് പെർമിഷൻ ആയിരുന്നു യന്ത്രമന്ദിരം സമരം നടത്തിക്കൊണ്ടിരുന്നത്. അതായത് ജൂൺ 6-ാം തീയതി വന്നിട്ടുള്ള അഭിജിത്തിന് അന്ന് വൈകുന്നേരം 5 മണി വരെ മാത്രം പ്രൊട്ടസ്റ്റിനുള്ള പെർമിഷൻ കൊടുത്തിട്ടും അതിനുശേഷം 10-30 ദിവസം തുടർന്ന് വന്ന പ്രൊട്ടസ്റ്റിലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഭംഗം വരുത്താൻ വേണ്ടിയിട്ട് ഒരു സേനയും ശ്രമിച്ചിട്ടില്ല. പിന്നെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഈ മാസം 20-ാം തീയതി വന്നിട്ടുള്ള പാർലമെന്റിലേക്കുള്ള മാർച്ചും തുടർന്നുണ്ടായിട്ടുള്ള സംഘർഷത്തിനുമാണ് ഈ പറഞ്ഞിട്ടുള്ള നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് വന്നത്. അപ്പൊ അതുവരെ എത്രയോ നീറ്റായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതാണ്. സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സമരത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ, ആ രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇനി അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ? അന്വേഷിക്കട്ടെ. ഇന്നിപ്പോൾ സുപ്രീം കോടതി തന്നെ പറഞ്ഞതാണ്, നിലവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ 18 വയസ്സിൽ താഴെയുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളുകളെ വിട്ടേക്കണം. അത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞത്.
അത് തന്നെയാണ് കേന്ദ്ര സർക്കാരും പറഞ്ഞത്. എന്താണ് സമാധാനപരമായിട്ട് സമരം ചെയ്ത ഒരാൾക്കെതിരെയും കേസെടുക്കില്ല. ഇന്നിപ്പോ ഡൽഹി പോലീസിന്റെ റിപ്പോർട്ട് വന്നിട്ടുള്ള എന്താ? ആ ഡൽഹി പോലീസിന്റെ റിപ്പോർട്ട് ഒന്നും മാത്രമല്ല, അതായത് അഭിജിത് ദീപ്ക പറഞ്ഞ എന്താണ്? സമരത്തിൽ ആളുകൾ ഹൈജാക്ക് ചെയ്ത് ഗുണ്ടകൾ കയറാൻ വേണ്ടി സാധ്യതയുണ്ട്. ഇന്നലെ സൗരവ് ദാസ് പറഞ്ഞ എന്താണ്? ഇവരുടെ വക്താവ് പറഞ്ഞ എന്താണ്? ഈ സ്ത്രീകളെ അപമാനിച്ചതും ആക്രമണങ്ങൾ നടത്തിയതും CJPയുടെ ആളുകളല്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു മാധ്യമപ്രവർത്തകയെ അവരെ ക്രൂരമായിട്ട് ഇങ്ങനെ നിങ്ങൾ കണ്ടില്ല, കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സീൻ ഉണ്ടായത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത ആരായിരുന്നു? ആ ക്രിമിനലുകൾ അറസ്റ്റ് ചെയ്യപ്പെടണമെന്നേ. അതിനെ CJP പോലും അവരെ അംഗീകരിക്കുന്നില്ലല്ലോ. ശ്രീകുമാർ, ഇവിടെ ഈ പരീക്ഷാ പേപ്പർ ചോർച്ച തടയുവാനുള്ള, ചോദ്യപേപ്പർ ചോർച്ച തടയുവാനുള്ള ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച് അതിന്മേൽ ചർച്ച നടക്കുമ്പോൾ അവിടെ ഈ CJP വിജയത്തിന്റെ ക്രെഡിറ്റ് എടുക്കുവാനുള്ള ശ്രമം കോൺഗ്രസ് നടത്തുന്നത് പോലെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്നത് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ചർച്ച ഈ പേപ്പർ ചോർച്ചയിലേക്ക് പോകാതെ പോലീസ് ലാത്തിചാർജിനെ കുറിച്ചും പിന്നെ ധർമ്മേന്ദ്ര പ്രധാനെ കുറിച്ചുമുള്ള കാര്യങ്ങളിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയാണ്. ശ്രീ മഞ്ജുഷ, ആ ചോദ്യം എന്തായാലും വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ചോദ്യമാണ്. കാരണം കോൺഗ്രസ് ഇക്കാര്യത്തിൽ ആദ്യമേ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് വേണ്ടാന്ന് കൃത്യമായിട്ട് KICC വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ആത്മാർത്ഥതയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അല്ല, ഞാൻ പറഞ്ഞുതരാം, അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അതായത് കോൺഗ്രസ് ഇന്ന് പാർലമെന്റിൽ കോൺഗ്രസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ സമരത്തിന്റെ വിജയമോ ആ സമരത്തിൽ വിദ്യാർത്ഥികൾ ഉന്നയിച്ച കാര്യമോ ഒക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. പാർലമെന്റിൽ ഉന്നയിച്ചത് ഈ വിദ്യാർത്ഥികളെ നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, അവർക്കെതിരെ പ്രയോഗിച്ച ആയുധങ്ങൾ പ്രയോഗിക്കാൻ ആരാണ് നിർദ്ദേശം കൊടുത്തത്, അവർ വിദ്യാർത്ഥികളല്ലേ, അവർ തീവ്രവാദികളാണോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ ചുമതലയാണ്. അതാണ് അവർ നിർവഹിച്ചത്. ഇവിടെ നമ്മുടെ BJP സുഹൃത്ത് ശ്യാമരാജ് പറഞ്ഞൊരു കാര്യം എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യമേ ഈ സമരം കോൺഗ്രസ് അങ്ങ് ഏറ്റെടുക്കായിരുന്നല്ലോ, അവർ ചെയ്തില്ലല്ലോ. രാഹുൽ ഗാന്ധി എപ്പോഴാണ് ഇതിൽ ഇടപെട്ടത്? ഈ സമരം ഒരു അത് കോൺഗ്രസിന്റെയും പ്രതിപക്ഷ പാർട്ടികളുടെയും പരാജയമല്ലേ ശ്രീകുമാർ? ഈ സമരം കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും നടത്തേണ്ടതായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞ വിദ്യാർത്ഥികളുടെ പ്രശ്നത്തില് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം രൂപം കൊണ്ട് അവരൊരു സമരം നടത്തി. ആ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ സമരം നടത്തുമ്പോൾ ആ സമരത്തിന്റെ ചർച്ചയിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. അതായത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ ഈ സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാതെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധി ആദ്യവും പിന്നീട് AICCയുടെ തീരുമാനപ്രകാരം രണ്ടാമതും വന്നത്? അന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെതിരായിട്ടുള്ള പോലീസ് നടപടിയൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. കോൺഗ്രസിന് ഈ വിഷയം എഴുതിയിൽ എണ്ണയൊഴിക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ മാർഗങ്ങൾ വേറെ ഉണ്ട്. കാരണം കോൺഗ്രസ് ഒരു ദേശീയ പ്രസ്ഥാനമാണ്, ഇന്ത്യയിൽ ആകമാനം സംഘടിത ശക്തിയുള്ള പ്രസ്ഥാനമാണ്, ഭരണമില്ലെന്നല്ലേ ഉള്ളൂ കേന്ദ്രത്തില്. മറ്റൊരു കാര്യം മഞ്ജുഷ ചോദിച്ചെന്താ വെച്ചാല്, ഈ വിഷയത്തിൽ എന്തിനാ ക്രെഡിറ്റ് കോൺഗ്രസിന്? കാരണം ഇതൊരു വിദ്യാർത്ഥികളുടെ അവരുടെ സ്വന്തം കാര്യം, വേറെ ഒരു താല്പര്യം അവർക്കില്ല. അവർക്ക് നീറ്റ് പരീക്ഷ എഴുതാൻ പറ്റിയില്ല, അവരുടെ ആ പരീക്ഷ ക്രമക്കേട് നടന്നു, അതിൽ അവരുടെ ഭാവി അവർ തീരുമാനിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിൽ ആരെങ്കിലും നുഴഞ്ഞു കയറിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. കാരണം അവരെ ആക്രമിച്ച കൂട്ടത്തിൽ പോലീസ് അല്ലാതെ സാധാരണക്കാരുണ്ടായിരുന്നോ, ഏതെങ്കിലും പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നോ എന്നുള്ള ചർച്ചയൊക്കെ വേറെ നടക്കുന്നുണ്ട്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു CJP എന്ന് പറയുന്ന പെട്ടെന്നുണ്ടായ ഒരു വികാരത്തിന്റെ അടിസ്ഥാനത്തിലുണ്ടായ ഒരു വിദ്യാർത്ഥി ഒരു മൂവ്മെന്റ് ആണത്. ഒരു വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനൊന്നും ഒരു ശാശ്വതമായ ഒരു സ്ഥാനമില്ല. പക്ഷേ അത് കണ്ടെത്തി അതിന് പെട്ടെന്ന് പരിഹാരം കാണാൻ BJPയുടെ ക്രൈസിസ് മാനേജ്മെന്റിന് പറ്റിയില്ല. അവിടെയാണ് പരാജയം. ഇന്ന് പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ എന്തുകൊണ്ടാണ് സഭയിൽ വരാത്തതെന്ന ചോദ്യം പ്രതിപക്ഷം ഉന്നയിച്ചില്ലേ? എന്താണ് അവർ വരാതിരുന്നത്? എന്തുകൊണ്ടാണ്? ഈ ചോദ്യങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.